ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇൻസെപ്റ്റഡ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മുടെ അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പോർഷൻസ് ഇതുവരെ കവർ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ആദ്യം നോക്കിയത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ്. പിന്നെ നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു 8 പ്രിൻസിപ്പിൾസ് ഇതുവരെ പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ദ ഫസ്റ്റ് വൺ വാസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അത് കഴിഞ്ഞിട്ട് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ് ഓർ ഹിസ്റ്ററിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ഡുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ നോക്കി. അതിനുശേഷം വന്നത് റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് പഠിച്ചത് മാച്ചിങ് കോൺസെപ്റ്റ്. ഇത്രയാണ് നമ്മൾ നോക്കിയിരുന്നത്. നമുക്കിന്ന് ബാക്കി നോക്കാം. സോ നമുക്കിനി വരുന്ന 9ാമത്തെ കോൺസെപ്റ്റാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. പ്രത്യേകിച്ചൊന്നുമില്ല, ആ പേര് പറയുന്ന കണക്ക് തന്നെ ഫുൾ ഡിസ്ക്ലോഷർ, എല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദാറ്റ് all material and relevant facts concerning financial performance of an enterprise must be fully and completely disclosed in the financial statements. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ പറ്റിയുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയുള്ള എല്ലാ ഫാക്ട്സും, എങ്ങനത്തെ ഫാക്ട്സ്? മെറ്റീരിയൽ ആൻഡ് റിലവൻറ്റ് ഫാക്ട്സ്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുന്നത്. This is to enable the users to make correct decision about the profitability and financial soundness of the enterprise and help them to make informed decisions. നമ്മൾ എപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ യൂസേഴ്സിന് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാ രീതിയിലും യൂസ്ഫുൾ ആയിരിക്കണം. അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് നമ്മുടെ 9ാമത്തെ പ്രിൻസിപ്പിളായ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അതത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ദ 10th one, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. എന്താണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പറയുന്നത്? കൺസിസ്റ്റൻസി മീൻസ് യൂണിഫോമിറ്റി ഓർ സ്റ്റഡിനെസ്. ഈ കോൺസെപ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിന് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് ഇൻ എ യൂണിഫോം ഓർ എ സ്റ്റഡി മെത്തേഡ്. നമ്മൾ ഓരോ വർഷവും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ ബിസിനസ്സും ഓരോ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. എപ്പോഴാണ് ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്? വെൻ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ കമ്പാരിസൺ. നമ്മളെപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നത് നമ്മളിലുള്ള ബെസ്റ്റ് റിസൾട്ട്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ്. നമുക്കിത് വേണോ അത് വേണോ എന്നുള്ളൊരു ചോയ്സ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് 2 കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഏത് പ്രിൻസിപ്പിൾ? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ദി അക്കൗണ്ടിങ് മെത്തേഡ്സ് ഓർ പ്രാക്ടീസസ് അഡോപ്റ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി കൺസിസ്റ്റൻ്റ്ലി അപ്ലൈഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ഓരോ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് സെയിം ആയിരിക്കണം. ദിസ് ഫെസിലിറ്റേറ്റ്സ് ഇന്റർഫേം ആസ് വെൽ ആസ് ഇൻട്രാഫേം കമ്പാരിസൺസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനാണ് ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് കമ്പാരിസൺ നടത്താം? ഇന്റർഫേം, 2 കമ്പനികൾ തമ്മിൽ ഒരേ വർഷം ഒരേ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, ഒരേപോലെ ബിസിനസ് ചെയ്യുന്ന 2 കമ്പനികളുടെ റിസൾട്ട്സ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അതാണ് ഇന്റർഫേം, 2 കമ്പനികൾ തമ്മിൽ. ആസ് വെൽ ആസ് ഇൻട്രാഫേം. ഇൻട്രാ മീൻസ് വിതിൻ ദ കമ്പനി, ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ. എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് അവരെ തന്നെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്? അവരുടെ പല വർഷങ്ങളുടെ റിസൾട്ട്സ് അവർക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് എന്താണ് പുരോഗമനം ഉണ്ടായത്, എന്താണ് വീഴ്ച ഉണ്ടായതെന്നൊക്കെ ഉള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കമ്പാരിസൺ നടത്തണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ബി ഇൻ എ കൺസിസ്റ്റൻറ്റ് ബേസിസ്. ഇതാണ് നമ്മുടെ 10th പ്രിൻസിപ്പിൾ പറയുന്നത്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. ഓക്കെ, അതും സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. ദ 11th one, കൺസർവേറ്റിസം ഓർ
പ്രൂഡൻസ് കോൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നത്? കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അപ്പം നമുക്ക് ഈ കോൺസെപ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. This concept states that profit should not be recorded until realized, but all losses which may have a remote possibility must be provided for in the accounts. എന്താണ് നമ്മൾ പറയുന്നത്? നമുക്ക് പ്രോഫിറ്റ്സ്, നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്സ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് നഷ്ടം സംഭവിക്കാവുന്ന ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമ്മളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതേ സംഭവിക്കുള്ളൂ എന്നുള്ളൊരു രീതി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നമുക്ക് മോശം സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ നമ്മളെ ബിസിനസ് എപ്പോഴും തയ്യാറായിരിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാവിയിൽ വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഇപ്പോഴേ എൻ്റെ അക്കൗണ്ട്സിൽ ഒരിക്കലും എഴുതാറില്ല. പ്രോഫിറ്റ്സ് നമ്മൾ എപ്പോഴേ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ അത് റിയലൈസ് ചെയ്തതിന് ശേഷം, അതായത് അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോഫിറ്റ് എൻ്റെ ബിസിനസ്സിന് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനത് എൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഒരു ബിസിനസ് എഴുതാറുള്ളൂ. എന്നാൽ നേരെ മറിച്ചൊരു ലോസ് ആണെങ്കിലോ, എനിക്കൊരു നഷ്ടം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊരു ചെറിയ അറിവെങ്കിലും എനിക്കുണ്ടെങ്കിൽ ഞാൻ അതുടനെ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എഴുതും. എന്ത്? എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. കൃത്യമായി സമാധാനത്തിൽ നമ്മൾ നല്ല രീതിയിൽ സേഫായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതും കൂടെ ഈ കോൺസെപ്റ്റിനെ പറയാറുണ്ട്. എക്സാമ്പിൾ: പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, വാല്യൂയിങ് ക്ലോസിങ് ഇൻവെൻട്രി അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് എക്സെട്ര. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ, ഈ പ്രൂഡൻസ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. എന്ത്? പ്രൊവിഷൻ ഫോർ പ്രൊവൈഡിങ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഒരു ബിസിനസ് ആകുമ്പം പലർക്കും കടത്തിന് സാധനം വിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വിറ്റവരൊക്കെ ഭാവിയിൽ പൈസ തിരിച്ചു തരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? നാളെ ഒരുത്തൻ അവൻ പൈസ തരാതെ മുങ്ങിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ ബിസിനസ്സിന് പൈസ കിട്ടുമോ? ഇല്ല. അതാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നതിന് കാരണം. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മൾ കൊടുത്ത കടം, ഇപ്പം കൊടുത്ത കടം ഭാവിയിൽ തിരിച്ചു കിട്ടുമെന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമാണ്. അതാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്. അങ്ങനെ സംശയമുള്ള കടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പോഴേ കുറച്ച് തുക മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്ന തുകയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം എഴുതുന്നത് എന്ത് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്? ഈ പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. അതായത് ഭാവിയിൽ ചിലപ്പം അയാൾ എനിക്ക് പൈസ തരാതിരുന്നാൽ ബിസിനസ്സിന് നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്കും കുറച്ച് പൈസ മാറ്റിവെക്കാം അതിനു വേണ്ടി. അതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതുപോലെ തന്നെയാണ് വാല്യൂയിങ് ക്ലോസിങ് ഇൻവെൻട്രി അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ്. ക്ലോസിങ് ഇൻവെൻട്രി ഒരു വർഷത്തെ ലാസ്റ്റ് വരുന്ന ഇൻവെൻട്രി പർച്ചേസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉപയോഗിക്കാതെ വരുന്ന ഇൻവെൻട്രിയാണ് നമ്മൾ ക്ലോസിങ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ സിംപ്ലി ഇൻവെൻട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ക്ലോസിങ് ഇൻവെൻട്രി നമ്മൾ എപ്പോഴും എങ്ങനെ വാല്യൂ ചെയ്യത്തുള്ളൂ? നമ്മൾ ഈ ഇൻവെൻട്രി ആ വർഷം എപ്പം വേണമെങ്കിലും വാങ്ങിച്ചതായിരിക്കാം. ആ വർഷം എന്ന് പറയുമ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ ഒരു വർഷമുണ്ട്. അപ്പം ആ വർഷങ്ങൾക്കിടയിൽ, ആ ഒരു വർഷത്തിനിടയിൽ പ്രൈസ് കൂടാം കുറയാം എന്ത് വേണമെങ്കിലും സംഭവിക്കുമായിരുന്നു. അപ്പം നമ്മളെപ്പോഴും ക്ലോസിങ് ഇൻവെൻട്രി ഏത് വാല്യൂവേ നമ്മൾ എഴുതാറുള്ളൂ? കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ദ ലോവർ. അപ്പം ഇങ്ങനെ നമ്മൾ ക്ലോസിങ് ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നതും എന്ത് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്? ഈ പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, അതാണ് നമ്മുടെ 11th പ്രിൻസിപ്പിൾ വന്നത്, പ്രൂഡൻസ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. ആൻഡ് ദാറ്റ് ഇസ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. നിങ്ങൾ നേരത്തെ കേട്ട് കാണും ഈ വാക്ക് മെറ്റീരിയൽ. അതിന് കുറച്ചുകൂടെ വിശാലമായിട്ട് ഇവിടെ വിശദീകരിച്ച് പറയുകയാണ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിൽ എന്താണ് മെറ്റീരിയാലിറ്റി? ആൻ ഐറ്റം ഓഫ് ഫാക്ട് ഈസ് കൺസിഡേർഡ് ടു ബി മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ്സിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം, അയാൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ ഒരു ഫാക്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാക്റ്റിനെ നമ്മൾ മെറ്റീരിയൽ എന്ന് വിളിക്കും. ഓക്കെ, ആൻ ഐറ്റം ഓഫ് ഫാക്ട് ഇസ് കൺസിഡേർഡ് ടു ബി മെറ്റീരിയൽ ഇഫ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ യൂസർ.
According to this principle, insignificant or immaterial facts need not be disclosed in detail. ആവശ്യമില്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി എഴുതി വെക്കണ്ട. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ത്, നമുക്ക് ബിസിനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എന്ത് പറയുന്നത്, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് പറയുന്നത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എ ബോക്സ് ഓഫ് പേപ്പർ ക്ലിപ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സെവറൽ ഇയേഴ്സ്. നമ്മൾ നമ്മുടെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി, ബിസിനസ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു പേപ്പർ ക്ലിപ്പിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചു. ഇറ്റ് വിൽ നോട്ട് ബി റെക്കോർഡഡ് ആസ് ഫിക്സഡ് അസെറ്റ് ബിക്കോസ് ഇറ്റ്സ് ഓഫ് ഇമ്മെറ്റീരിയൽ വാല്യൂ. ഒരു ബോക്സ് പേപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം വാങ്ങിച്ച് ഈ വർഷം ഉപയോഗിച്ച് കളയുന്ന കാര്യമാണോ? എത്ര നാൾ ആ പേപ്പർ ക്ലിപ്പ് നിൽക്കും അത്രയും നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നും പറഞ്ഞ് നമ്മളത് അസറ്റായിട്ട്, നമ്മുടെ ഫിക്സഡ് അസറ്റായിട്ട് നമ്മൾ എഴുതാറുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. എന്താണ് എഴുതാത്തതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ദ വാല്യൂ ഓഫ് ദാറ്റ് പേപ്പർ ക്ലിപ്പ്, ബോക്സ് പേപ്പർ ക്ലിപ്പ് ഇസ് വെരി ഇമ്മെറ്റീരിയൽ. വളരെ തുച്ഛമായ വില മാത്രമേ ആ പേപ്പർ ക്ലിപ്സിന് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റായിട്ട് ഒരിക്കലും നമ്മൾ കണക്കാക്കാറില്ല. പകരം നമുക്കുണ്ടായൊരു കൊച്ചു ചിലവായിട്ട് നമ്മളത് ആ വർഷം തന്നെ എഴുതിക്കളയും. അതാണ് നമ്മുടെ 12th പ്രിൻസിപ്പിൾ. എന്താണ്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റിവിറ്റി ഓർ വേരിഫിയബിലിറ്റി കോൺസെപ്റ്റ്. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ദ അക്കൗണ്ടിങ് റെക്കോർഡ് ഷുഡ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്? എന്തായാലും ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അയാൾക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നപ്പം എനിക്കിഷ്ടം ഇങ്ങനെ എഴുതാനാണ് എന്നും പറഞ്ഞ് അയാൾക്ക് അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? പാടില്ല. ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. അപ്പം അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ബിസിനസ് റെക്കോർഡ്സ് അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളതൊരു ഫ്രോഡ് കാണിക്കുകയാണ്. അയാൾ ആ ഒരു ഫ്രോഡ്ലൻ്റ് ആക്ടിവിറ്റിയിൽ ആ അക്കൗണ്ടൻ്റ് ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? അതുകൊണ്ട് അയാൾ റെക്കോർഡ് ചെയ്തേക്കുന്ന എല്ലാ കാര്യവും സത്യമാണോ എന്നുള്ളത് നമ്മൾ അറിയണം. നമുക്കതിനെ വേരിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ വേരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അയാൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ പ്രൂഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത്, ഒബ്ജക്റ്റിവിറ്റി ഓർ വേരിഫയബിലിറ്റി കോൺസെപ്റ്റ്. This principle states that accounting data provided in the books of accounts should be verifiable and dependable. നമ്മുടെ മുമ്പിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് ഇത് നിങ്ങളങ്ങ് വിശ്വസിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ആര് തന്നെയാണ്? അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തായിരിക്കണം? വെരിഫൈ ചെയ്യാനും നമുക്ക് പറ്റണം, അതിൻ്റെ മേലെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റണം. For this, every business record must be based and supported by documentary evidence. നമ്മൾ ആ റെക്കോർഡ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തിൻ്റെ ബേസിലായിരിക്കണം? ഒരു എവിഡൻസിൻ്റെ ബേസിലായിരിക്കണം. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് അതിന് സപ്പോർട്ടായിട്ടുണ്ടായിരിക്കണം. സച്ച് ആസ് ബിൽസ്, വൗച്ചേഴ്സ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട്. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ നിങ്ങളതും ഈ വാക്ക് നിങ്ങൾ ഇനിയും കേൾക്കും. അപ്പം ഈ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ എവിഡൻസിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യേണ്ടത്. ഇൻ അതർ വേർഡ്സ്, ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി ന്യൂട്രൽ ആൻഡ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. ന്യൂട്രൽ ആയിരിക്കണം, അതായത് ഓണർക്ക് വേണ്ടി അത് തിരുത്തപ്പെടാനും പാടില്ല, എന്നാൽ ബിസിനസ് പ്രോഫിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കള്ളത്തരം കാണിക്കാനും പാടില്ല. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. അത് എഴുതുന്ന ആൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അത് എഴുതപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ടോ ഒരു ബിസിനസ്സിൻ്റെ രീതിയിൽ നമ്മൾ വ്യത്യാസപ്പെടുത്തി കാണിക്കാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. അതാണ് നമ്മുടെ 13ാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ്? ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. കാരണം ഇന്നത്തെ ക്ലാസ് നമുക്ക് ചെറിയൊരു ക്ലാസ്സായിട്ട് ചുരുക്കാം. അപ്പം ഇനി കുറച്ച് പോർഷൻ കൂടെ ഉള്ളൂ. അത് നമുക്ക് വേറൊരു ക്ലാസ്സായിട്ട് എടുക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.